എൻ്റെ യേശുവെനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, നീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം മറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം മറന്നുയരും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ ഇരുപത്തെട്ടാം സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർമന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. തൻ്റെ ജനത്തെ രക്ഷിച്ചു. നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. പാറയ്ക്കുമോ.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിൽ വീണ്ടും ദൈവത്തിൻ്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുത്തിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത്രയും പേര് വന്നതിൽ വളരെയധികം സന്തോഷം. ബഥേൽ പള്ളിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വരാത്തവരെ പറ്റിയുള്ള പരിഭവം വന്നവരോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എങ്കിലും ഈ ചൂടത്ത് ഇത്രയും പേര് കടന്നു വന്നതിൽ വളരെ സന്തോഷം. ഒരു വാക്ക് സ്വാഗതം അരുളുവാൻ തക്കവണ്ണം ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവവചനം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛനാണ്. അച്ഛൻ ആറ്റുവ സെൻറ്റ് ബർസോമാസ് ഇടവാംഗമാണ്. അച്ഛൻ മുമ്പും പല സന്ദർഭങ്ങളിൽ നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകാൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ അതിൻ്റെ നിയോഗം ഏറ്റെടുക്കുന്ന ആദ്യത്തെ ആളാവാം ഒരുപക്ഷെ. അതോടൊപ്പം അച്ഛൻ ഇപ്പോൾ കോടുകുളഞ്ഞി പ്രകാശഗിരി ഇടവകയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. ദൈവം സഹായിച്ച ഭാവി നിങ്ങളുടെ വികാരിയായിട്ടും വരാം. അത് ദൈവത്തിൻ്റെ കയ്യിൽ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധം വളരെ കാലമായി ആ സ്നേഹബന്ധമുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. ഏവരുടെയും പേരിൽ ഇടവയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കടന്നു വന്ന എല്ലാവരെയും, ഏതാനും പ്രാർത്ഥനയും സെക്രട്ടറിമാർ എത്തിച്ചേരാനുണ്ട്. ചിലരിവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനയോഗത്തിൽ നിന്നും ഒന്നും രണ്ടും പേര് കുറയാതുണ്ട് ഇല്ലേ? ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാ പ്രാർത്ഥനയോഗത്തിൽ നിന്നും. വളരെയധികം സന്തോഷം. ആൾക്കാർ കടന്നു വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയോഗത്തിൻ്റെ സെക്രട്ടറിമാരാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ എല്ലാ അധ്വാനങ്ങളെയും പ്രത്യേകാൽ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവം തമ്പുരാൻ ശക്തീകരിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകാൽ ലൈവായിട്ട് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഭാഗവാക്കാവുന്ന ജിതിനെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛനെ സ്വാഗതം ചെയ്യും. പ്രാർത്ഥിക്കാം. മറിക്കുമോർ എൻ്റെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ തിരുഹിത പ്രകാരവും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം തിരുമുമ്പാകെയുമായിരിക്കണമേ. ശ്രവിക്കുന്ന നിൻ്റെ മക്കൾക്ക് സജീവത പകരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് നൽകുന്നു. വാങ്ങിപ്പോയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വന്യ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇടവകയുടെ വികാരി ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട മത്തായി സക്കറിയാച്ചൻ, പരിശുദ്ധമായ നോമ്പിൻ്റെ ഈ കൂടിവരവിൽ ദൈവവചന ശ്രവണത്തിന് താൽപ്പര്യപൂർവ്വം കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ള എല്ലാവരുമേ, ദൈവനാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ നല്ല വാക്കുകളിൽ സ്വാഗതമോദിയിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പേടിപ്പിക്കലും കൂടി അച്ഛൻ നടത്തി. ഭാവിയിലെ
ഇങ്ങോട്ട് വികാരിയായിട്ട് വരാൻ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം വരും എന്നുള്ള ഒരു ഭീഷണിയും പേടിയൊക്കെ നടത്തി. അത് കാര്യമായിട്ട് ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടക്കുന്നത് അതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും. ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം, അതും ഹൃദയത്തിൽ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനും ഞങ്ങൾ ഒരുമിച്ച് വൈദിക സെമിനാരി പ്രവേശനത്തിന് മുന്നേ ഉള്ളതായ സ്നേഹവും അടുപ്പവുമുണ്ട്. ദീർഘനാളുകളായിട്ട് ആ ആത്മബന്ധം, സൗഹൃദം തുടരുന്നു എന്നുള്ളതും ഏറെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. കഴിഞ്ഞ വർഷവും പരിശുദ്ധ വലിയ നോയമ്പിലെ ഇങ്ങനെയുള്ള ഒരു കൂടിവരവിൻ്റെ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ കഴിഞ്ഞതും ഏറെ സന്തോഷത്തോടെ ഓർക്കുന്നു. പരിശുദ്ധ വലിയ നോമ്പിൻ്റെ പകുതി ദൂരം പിന്നിട്ടിട്ട് കുറേ കൂടി അനുഗ്രഹത്തോടെ, കുറേ കൂടി വിശുദ്ധിയോടെ അതിൻ്റെ അവസാന പകുതി പ്രാർത്ഥനാപൂർവം നാം ആചരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ ആചരണത്തിൽ പ്രാർത്ഥനകളോടൊപ്പം ദൈവവചന ധ്യാനവും കേൾവിയുമൊക്കെ നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ഒന്ന് സ്വയപരിശോധന നടത്തിക്കൊണ്ട് ആത്മീയതയിൽ കുറേ കൂടി വിശുദ്ധിയോടെ ജീവിക്കുന്നതിന് സഭ നമുക്ക് നൽകുന്ന മുഖാന്തരങ്ങളാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പ്രാർത്ഥനാപൂർവം ദൈവവചന കേൾവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധമായ ഈ നോമ്പിന് സാധാരണ പറയുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ലെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ഒരു വിശദീകരണം കഴിഞ്ഞ വർഷത്തെ കൂടിവരവിൽ ഞാൻ നൽകിയത് കൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. എന്നാൽ വളരെ ലളിതമായ ഒരു വിചാരം അതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞ് നമ്മുടെ ചിന്തകളിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. ലെൻറ്റ് എന്നുള്ള 4 അക്ഷരം, അതിനെ ഇങ്ങനെ ചിന്തകന്മാർ ഒന്ന് വിശദീകരിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ലീവ് എവറി നെഗറ്റീവ് തോട്ട്സ്. നമ്മുടെ എല്ലാത്തരം നിഷേധാത്മക ചിന്തകളെയും ഉപേക്ഷിക്കുക. നമുക്ക് കൂടുതലും ഉള്ളത് നിഷേധാത്മക ചിന്തകളാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത്. ആ ഒരു തരത്തിലുള്ള നമ്മുടെ വിചാരങ്ങൾ, അതിനെ ഒന്ന് ഉപേക്ഷിക്കുക എന്നുള്ള തരത്തിലും പിതാക്കന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിഷേധാത്മക ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും നന്മയുടെ വശം കാണുന്നതിനും ഈ നോമ്പിൻ്റെ തുടർ ദിവസങ്ങൾ നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ. അത്തരത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് ദൈവകൃപ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിന്നിലുള്ളതായ വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക എന്നുള്ളതാണ്. എന്നിലും നിങ്ങളിലുമൊക്കെ വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇരുളായി മാറാതിരിക്കുന്നതിന് നോക്കുക. നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണത്. എൻ്റെ വെളിച്ചം ഇരുളാകാതെ പോകുന്നതിന് ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നാം ഒന്ന് സ്വയം പരിശോധിക്കേണ്ടത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ പലതും അതിനോട് ചേർത്ത് വെച്ച് വിചാരിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെയുള്ള സാഹചര്യമുണ്ടാകാം. ഈ ദിനങ്ങളിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നല്ല ആലോചന നിർവഹിക്കുകയും എന്നിലുള്ള വെളിച്ചം വെളിച്ചമായിട്ട് തന്നെ നിലനിർത്തുന്നതിന് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് പരിചയമുള്ള ഒരു വേദഭാഗത്ത് നിന്നുകൊണ്ട് 3 ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ഈ ചിന്തകൾ അവസാനിപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് നല്ല പരിചയമുള്ള ഒരു അധ്യായമാണ്. 3 ഉപമകളാണ് അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിടയന് 100 ആടുണ്ടായിരുന്നു. അതിലൊരാട് നഷ്ടപ്പെട്ടു പോയി. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിലൊരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയി.
ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു, അതിലൊരു മകൻ നഷ്ടപ്പെട്ടു പോയി. ഇതതിൻ്റെ ആദ്യത്തെ പകുതിയിൽ പറയുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇടയൻ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് അതിനെ തോളിലേറ്റിക്കൊണ്ട് വന്ന് എല്ലാവരുമായിട്ട് ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയെങ്കിലും തൻ്റെ വീട് അടിച്ചുവാരി വൃത്തിയാക്കി ആ ദ്രഹ്മ കണ്ടുപിടിച്ച് ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ മകൻ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ആ സന്തോഷം ആ പിതാവ് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇതാണ് ഏകദേശം സമാന രീതിയിലുള്ളതായ 3 ഉപമകളിലും നാം കാണുന്നത്. ഈ 3 ഉപമകളും ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തോട് നല്ലതായിട്ട് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഒന്നാമത്തെ ഉപമ, 100 ആടുള്ള ഒരിടയന് അതിൽ 1 ആട് നഷ്ടപ്പെട്ടു പോവുകയാണ്. 99 ഇടയൻ്റെ പരിലാളനയിൽ, ഇടയൻ്റെ കരുതലിൽ, ഇടയൻ്റെ ശ്രദ്ധയിലുള്ളപ്പോൾ 1 ആട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതെങ്ങനെ ഈ 1 ആട് മാത്രം നഷ്ടപ്പെട്ടു പോകുന്നത്? ആലോചിച്ചു നോക്കി. 99 ഇടയൻ്റെ കരുതലിലുള്ളപ്പോൾ 1 ആട് മാത്രം എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? എന്തുകൊണ്ടത് സംഭവിക്കുന്നു? നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. എന്തുകൊണ്ട് ഈ 1 ആട് മാത്രം നഷ്ടപ്പെട്ടു പോകുന്നു? ശരിക്കും അന്നത്തെ കാലത്തെയൊക്കെ ഇടയ പരിപാലനയിൽ ഇടയന്മാർ ആട്ടിൻപറ്റത്തെയൊക്കെ മേയിച്ച ശേഷം സന്ധ്യയാകുമ്പോൾ തങ്ങളുടെ ആട്ടിൻപറ്റത്തെ ഒരുമിച്ച് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുചെന്ന് ഇടയൻ തന്നെ ആ ഗുഹയ്ക്ക് വാതിലായിട്ട് നിലനിൽക്കും എന്നാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഗുഹയ്ക്കുള്ളിലേക്ക് ആട്ടിൻപറ്റത്തെ ഉള്ളിലേക്കാക്കിയതിന് ശേഷം കല്ലുരുട്ടി വെച്ച് അടയ്ക്കുകയല്ല, ആ ഗുഹയ്ക്ക് ഇടയൻ തന്നെ വാതിലായിട്ട് നിൽക്കും എന്ന്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഞാൻ പ്രസ്താവനകളിൽ ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ പറയുന്നത് അവർക്ക് അത്രമാത്രം മനസ്സിലാകത്തക്കവണ്ണം അത് നന്നായിട്ട് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. ഇടയൻ അങ്ങനെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആട്ടിൻപറ്റത്തെ മുഴുവൻ അന്ന് സന്ധ്യയ്ക്ക് ഗുഹയ്ക്കുള്ളിലാക്കി ആ ഗുഹയ്ക്ക് വാതിലായിട്ട് നിൽക്കുന്ന ഇടയൻ, അത്രമാത്രം ശ്രദ്ധയുള്ളതായ ഇടയൻ്റെ പരിപാലനയിൽ നിന്നാണ് 1 ആട് കൂട്ടം തെറ്റിപ്പോകുന്നത്. 1 ആട് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അത് കൂട്ടം തെറ്റിപ്പോവുകയാണ്, ഒറ്റ തിരിഞ്ഞു പോവുകയാണ്. യജമാനൻ്റെ ആജ്ഞ, ഇടയൻ്റെ ആജ്ഞ അനുസരിക്കാതെ തെറ്റിമാറി പോവുകയാണ്. പലപ്പോഴും അങ്ങനെയാണ് ഈ ചില നഷ്ടങ്ങൾ, ചില ഒറ്റപ്പെടലുകളൊക്കെ ഉണ്ടാകുന്നത്. ഇടയൻ്റെ വാക്കുകൾ, ഇടയൻ്റെ നേതൃത്വത്തെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ആ നഷ്ടങ്ങൾ ഭവിക്കുന്നത്. ഇവിടെ ഈ 100 ആടിൽ 1 നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണമായിട്ട് ലളിതമായിട്ട് പറയുന്ന വസ്തുത അതിൻ്റെ അറിവില്ലായ്മയാണ്. കുറച്ചുകൂടി അതൊന്ന് പോളിഷ് ചെയ്ത് പറയാമെങ്കിൽ അജ്ഞത മൂലമാണ് ഈ നഷ്ടമുണ്ടാകുന്നത്. ഇടയൻ്റെ പരിപാലനയുടെ, ഇടയൻ്റെ കരുതലിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഈ 1 ആട് നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിക്കും 100 ആടുണ്ട്, അതിൽ 1 ആട് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയത്ത് നാം ഓരോരുത്തരും അതിനെക്കുറിച്ചാണ് സ്വയപരിശോധന നടത്തേണ്ടത്. നമുക്കേറെ കാര്യങ്ങൾ അറിയാമെന്നുള്ള ധാരണ നമുക്കുണ്ട്. നമുക്ക് അറിവുള്ളതിനേക്കാൾ ഒത്തിരി അധികം കാര്യങ്ങൾ ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ ആലോചനയും ധാരണയുമില്ല. നമ്മുടെയൊക്കെ വിചാരം നമുക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ ഗ്രാഹ്യമുണ്ട്, അറിവുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിവില്ലാത്ത ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ളതായ ഒരു തിരിച്ചറിവാണ് പ്രധാനമായിട്ടും എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അജ്ഞത കൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നഷ്ടങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. അറിവ് ധാരാളമുണ്ട് നമുക്ക്, പക്ഷേ ആ അറിവുള്ളപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് വന്ന് ഭവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വൈദിക സെമിനാരി പഠന കാലയളവിൽ, പ്രത്യേകിച്ച് വൈദിക സെമിനാരിയിൽ നിന്ന് ഞങ്ങളെ അവധിക്കാലങ്ങളിൽ പാരിഷ് മിഷൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങളെ നിയോഗിക്കാറുണ്ട്. അത് ഓണത്തിൻ്റെ അവധിക്കും ക്രിസ്മസിൻ്റെ അവധിക്കും മധ്യവേനൽ അവധിക്കുമൊക്കെ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇടവകയുമായിട്ട് ചേർന്ന് നിർവഹിക്കാറുണ്ട്. ചെല്ലുന്ന ഓരോ ഇടവകകളിലും അതിനനുസരിച്ച് പകൽ സമയങ്ങളിൽ ഭവന സന്ദർശനങ്ങളൊക്കെ നിർവഹിക്കും. സന്ധ്യാസമയത്ത് ദൈവവചന ശുശ്രൂഷയോ വിശ്വാസ പ്രബോധനമോ കുടുംബസംഗമോ ഒക്കെ നിർവഹിക്കും. അതിനെ തുടർന്ന് എവിടെയെങ്കിലും ക്രമപ്പെടുത്തിയിരിക്കുന്ന ഭവനത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കും. അതിൻ്റെ ഒരു ഏകദേശ റുട്ടീനാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ വൈദിക സെമിനാരി പഠന കാലയളവിൽ ഒരു ദൈവാലയത്തിലെ പാരിഷ് മിഷൻ ശുശ്രൂഷകൾ, ആ സന്ധ്യയിലെ ശുശ്രൂഷയൊക്കെ പൂർത്തീകരിച്ച് ഒരു ഭവനത്തിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് ചെന്നു. ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരു ബാങ്കിലെ അസിസ്റ്റൻറ്റ് മാനേജരാണ്. ഗൃഹനായിക ഒരു അധ്യാപികയാണ്. 2 മക്കൾ. മൂത്തത് 7 വയസ്സുള്ളതായ ഒരു മകൻ, രണ്ടാമത്തത് 4 വയസ്സുള്ളതായ ഒരു മകൾ. കിലുക്കാമ്പെട്ടി പോലെ മിടുക്കിയായിട്ട് ഓടി നടക്കുന്നതായ ഒരു മകൾ. നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവരോടൊരു ആകർഷണം തോന്നുകയും കൂടുതൽ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിന് നമുക്കൊക്കെ ഒരു താല്പര്യം തോന്നും. അങ്ങനെ തന്നെ അവിടെ ചെന്നതായ ഞങ്ങൾക്കെല്ലാവർക്കും ആ മിടുക്കിയായ ഈ 4 വയസ്സുകാരി കുട്ടിയോട് ഒരു അടുപ്പം തോന്നി. അവൾ ഞങ്ങളോടൊക്കെ വന്ന് വർത്തമാനം പറയുകയും സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഒരു അല്പം കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞങ്ങളിരുന്നു. ഭക്ഷണം കഴിക്കുവാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്ന സമയത്ത് ഭക്ഷണ വിഭവങ്ങൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് വരികയാണ്. ആ സമയത്ത് ഈ മോളും അവൾക്കാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് സഹായിക്കുന്നതിന് ശ്രമിക്കുകയാണ്. അവളുടെ കയ്യിൽ ഗ്ലാസ്സിൽ വെള്ളവുമായിട്ട് കൊണ്ടുവന്ന് ടേബിളിൽ കൊണ്ടുവെക്കുകയാണ്. ഒരു 2 ഗ്ലാസ് വെള്ളം അവൾ കൊണ്ടുവന്നു. 3-ാമത്തെ ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഈ വെള്ളം താഴെ വീണു പോയി. ഗ്ലാസും പൊട്ടി, വെള്ളവും വീണു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പറഞ്ഞു, മോളെ സാരമില്ല, കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ലല്ലോ, മോക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് സ്നേഹത്തോടെ പറഞ്ഞ് അതിനെ സ്വാന്തനപ്പെടുത്തി. പക്ഷെ ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന കാര്യം അതിനെ തുടർന്ന് വരുന്നതാണ്. ഞങ്ങളെല്ലാവരും ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അപ്പൻ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് വന്ന് വല്ലാതെ അതിനോട് കയർത്ത് സംസാരിച്ചു. ഞാൻ അത്രമാത്രം പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. ഈ 4 വയസ്സുകാരി പെൺകുട്ടി അവൾ സന്തോഷത്തോടു കൂടി ചെയ്തതായ ആ കാര്യത്തിന് ഈ പിതാവ് അവളെ വല്ലാതെ ഹരാസ് ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഉള്ളതായ ഒരു സംശയം, 100 രൂപയോ 150 രൂപ വിലയുള്ള ഈ ഗ്ലാസ്സാണോ അതോ ഈ 4 വയസ്സുകാരിയായ ആ മകളാണോ അവിടെ മൂല്യം കൂടിയത് എന്നുള്ളത്. ആ കുഞ്ഞിനെ അന്ന് ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അവളെ പേര് വിളിച്ച് ഒന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോകാനായിട്ട് ശ്രമിച്ചെങ്കിലും അവൾ ആ വീട്ടിൻ്റെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ല. നമ്മളാണ് ഇറങ്ങി വരുമോ? എവിടെ നിന്നൊക്കെ വന്ന കുറേ ചെറുപ്പക്കാരുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിച്ച് അവൾ സങ്കടത്തിൻ്റെ വല്ലാത്ത കയത്തിലായിരിക്കുമ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത്. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വലിയ ഒരു അപകടത്തെക്കുറിച്ചാണ് ഞാനിത് പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ജീവിത പങ്കാളിയോട്, മക്കളോടൊക്കെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ചില സംസാരങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. കുറച്ച് അതിഥികൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടുകാരനെ കുറച്ച് കാണും, ഓ അങ്ങേരെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ലെന്നേ എന്ന് പറയുന്ന അമ്മമ്മമാരുണ്ടെങ്കിൽ അത് സ്വയം ഒന്ന് പരിശോധിക്കുക.
അല്ലെങ്കിൽ ഇവളെ കൊണ്ട് വലിയ കഴകത്തൊന്നും ഇല്ലെന്ന് എന്ന് പറയുന്ന അച്ചായന്മാരുണ്ടെങ്കിൽ അതുമൊന്ന് സ്വയം ചിന്തിക്കുക. മക്കളെക്കുറിച്ചും അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതും ഒന്ന് സ്വയം പരിശോധിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ മോശക്കാരനാക്കേണ്ട ആളുകളാണോ നമുക്ക് പ്രിയപ്പെട്ട ഇവരൊക്കെ? ഒന്ന് സ്വയം ആലോചിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ കുറവുകൾ, അവരുടെ പോരായ്മകൾ നമ്മുടെ ഇടങ്ങളിൽ മാത്രം അത് സംസാരിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമെന്ന് നമുക്കെന്തേ ഒന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു പ്രശ്നം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ അജ്ഞത കൊണ്ടാണ് നാം അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലെങ്കിലും ഒന്ന് ഇല്ലാതാക്കുന്നതിന് നമ്മളൊന്ന് ബോധപൂർവം ശ്രമിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേരെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ മാത്രമായ ഇടത്തിലെങ്കിലും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരാളെ വേദനിപ്പിക്കുന്നു, നമുക്കേറെ പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വേദനിപ്പിക്കുന്നതായ സ്ഥിതിവിശേഷം ഇങ്ങനെ ആവർത്തിച്ച് പോകുന്നത് ശരിയാണോ എന്നുള്ളത് സ്വയം നാം ഒന്ന് വിശകലനം ചെയ്യുക. പോകട്ടെ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ആ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ എത്ര നഷ്ടങ്ങൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട്, അജ്ഞത കൊണ്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം പരിശോധിക്കുക. ഒരു 8-9 വർഷക്കാലം മാത്രമേ ആയിട്ടുള്ളെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ ഈ ഒരു കാലിൽ മാത്രം ഒരു ചരടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കുന്നത് കാണുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ആദ്യകാലങ്ങളിൽ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വളരെ പ്രിയപ്പെട്ട 3-4 പേരോട്, കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താ മക്കളെ ഇതിങ്ങനെ ചെയ്യുന്നത്? അച്ഛാ, അത് അവൾ ഇടുന്ന കണ്ട് ഞാനും അങ്ങ് ഇട്ടു. വീണ്ടും 1-2 പേരോട് ചോദിച്ചപ്പോൾ ഇത് തന്നെ മറുപടി. പിന്നെ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഇവർ പറഞ്ഞില്ലെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മനസ്സിലൊരു അന്വേഷണത്തിൻ്റെ ഒരു വിചാരം ഉണ്ടായി. അതുകൊണ്ട് നമ്മളൊക്കെ സാധാരണ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഞാനും ഗൂഗിളിനെ ആശ്രയിച്ചു. അത് ടൈപ്പ് ചെയ്ത് നോക്കി, സിംഗിൾ ലെങ്ത് ആംഗ്ലെറ്റ് എന്ന് അടിച്ച് ആദ്യം വന്നതായ സെർച്ച് എഞ്ചിനിൽ ആദ്യം വന്ന കാര്യം കണ്ടപ്പോൾ തന്നെ കണ്ണു തള്ളിപ്പോയി. ഇതെന്തിനാണ് ഇടുന്നതെന്ന് ഇവർക്ക് അറിയുകയില്ല. കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ പള്ളിയിൽ സമായത്തിന് വന്ന ഒരു അമ്മാമ്മയുടെ കയ്യിൽ മഞ്ഞ കുറേ ചരട് കെട്ടിയേക്കുന്ന കണ്ടു. ഞാനത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തിനാ അമ്മാമ്മ ഇത് കെട്ടിയേക്കുന്നേ? അച്ഛാ, വീട്ടിലവിടെ അങ്ങനെ ഇരിക്കുന്ന കണ്ട് ഞാൻ വെറുതെ അങ്ങ് കെട്ടിയതാ. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്തിനാണ് എന്നുള്ളത് 1% പോലും അറിയാതെ നാം എന്തിനു ചെയ്യുന്നു? അതാണ് അജ്ഞത എന്ന് പറയുന്നത്. നമ്മുടെ അജ്ഞത എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്കറിവില്ലാത്ത ചില കാര്യങ്ങൾ അതെന്തിനാണ് നമ്മൾ പൂർണ്ണമായിട്ടും അതേപോലെ തന്നെ നാം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ചെയ്യുന്ന കാര്യം എന്തിനാണെന്ന് നല്ല ബോധ്യത്തോടു കൂടി, നല്ല അറിവോടുകൂടി അത് ചെയ്യുന്നെങ്കിൽ അതിനൊരർത്ഥമുണ്ട്. അത് ഇന്ന ആൾ ചെയ്തു, മറ്റേ ആൾ ചെയ്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അന്ധമായിട്ട് അതേപോലെ സ്വീകരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് സ്വയം നാം ആലോചിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ അജ്ഞത കൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ സാമൂഹിക ജീവിതത്തിൽ, എൻ്റെ ഇടവക തലത്തിലുള്ള ജീവിതത്തിലൊക്കെ എത്രമാത്രം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ സ്വയം ആലോചിക്കുക. അതിന് പരിഹാരം എന്ത് ചെയ്യാൻ കഴിയും? നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എവിടെയാണെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ നഷ്ടങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ ആ നഷ്ടങ്ങൾ മാറ്റുന്നതിന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സ് വയ്ക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനോട് ചേർന്ന് വരുന്നത്. ഇവിടെയൊക്കെ നാം കാണുന്ന ഈ 3 ഉപമകളിലും കാണുന്നത് തന്നെയാണ്. 100 ആടിലൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവിടെ ഈ 99നെയും ഇടയൻ മരുഭൂമിയിൽ വിട്ടേച്ച്, എന്ത് ഗ്യാരണ്ടിയായി? ഈ ഒന്നിനെ അന്വേഷിച്ചിട്ട് പോയിട്ട് വരുന്ന സമയത്ത് ഈ 99 അവിടെ കാണുമെന്നുള്ള എന്ത് ഗ്യാരണ്ടിയുണ്ട്? ഒരു ഗ്യാരണ്ടിയും ഇടയൻ അമരം ചിന്തിക്കുന്നില്ല. ഇടയനെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ കുറിച്ചുള്ളതായ അങ്കലാപ്പാണ് ഇടയൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് ഇടയൻ അതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തോളിലെടുത്ത് കൊണ്ടുവന്ന് സന്തോഷം പങ്കുവെക്കുന്നതിന് മനസ്സ് കാണിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നമ്മുടെ അജ്ഞത കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങൾ നികത്തുന്നതിന് നാം ബോധപൂർവം ആഗ്രഹിക്കുകയും അതിന് പരിശ്രമിക്കുകയും അതിന് വേണ്ടുന്നതായ കാര്യങ്ങൾ യഥാസമയം ചെയ്ത് അതിലൊരു സന്തോഷം കണ്ടെത്തുന്നതിന് കൂടി നമുക്ക് കഴിയണം. ശരിക്കും
നഷ്ടങ്ങളുടെയൊക്കെ അവസാനം അത് തേടിപ്പിടിച്ച് ഒന്ന് കണ്ടെത്തി കഴിയുമ്പോഴുള്ളതായ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഏറെ ആനന്ദം പകരുന്നതാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നാം വായിച്ചിട്ടുള്ളതായ കഥകളിലൊക്കെയും ആദ്യ പകുതിയിലൊക്കെ സങ്കടകരമായ സാഹചര്യമാണ്. അത് നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നാം വായിക്കുന്നതായ കൊച്ചു കൊച്ചു കഥാപുസ്തകങ്ങൾ മുതൽ അവസാനം രാജാവും റാണിയും എല്ലാം കൂടി സന്തോഷത്തോടെ കഴിഞ്ഞു എന്നുള്ളത് വായിക്കുമ്പോൾ ഉള്ളതായ ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നേരം പോക്കുകളായി നാം കാണുന്ന സീരിയലിൻ്റെ ഉള്ളിൽ സങ്കടകരമായ സാഹചര്യം വരുന്ന സമയത്ത് സങ്കടം അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകുന്ന നല്ല ബോധ്യമുണ്ടെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ അതങ്ങനെയല്ല പോകേണ്ടതെന്ന് ആലോചിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ ഒരു അവസാനം അതിനുണ്ടാകണമെന്ന് മായാക്കാഴ്ചകൾക്ക് പോലും നമ്മൾ അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അവസാനം സന്തോഷകരമായ അനുഭവം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ഒരു നല്ല ബോധ്യം നമുക്കുണ്ടാകേണ്ടത് പ്രധാനപ്പെട്ടതായ കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അജ്ഞത കൊണ്ട്, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലൊക്കെ നഷ്ടങ്ങൾ എത്രയധികം വന്നിട്ടുണ്ട് എന്നുള്ളത് നാം ഒന്ന് സ്വയം ആലോചിക്കുകയും ആ നഷ്ടങ്ങൾ നികത്തുന്നതിന് നമ്മുടെ നല്ല ബോധം, നമ്മുടെ നല്ല വിചാരം ഏറെ ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിശുദ്ധ വലിയ നോമ്പ് ആരംഭിച്ച ആ ആഴ്ചയിൽ, അതിൻ്റെ തലേ ആഴ്ചയിൽ എന്നെ ഒരാൾ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ 1-ാം ചരമവാർഷികമാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഫെബ്രുവരി 15-ാം തീയതി പപ്പായുടെ 1-ാമത്തെ ആണ്ടാണ്, അന്ന് വിശുദ്ധ കുർബാനയുണ്ട്, അച്ഛൻ വന്ന് സംബന്ധിക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. കാരണം 11-ാം തീയതി നോമ്പ് തുടങ്ങുകയാണെന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛാ അത് വലിയ നോമ്പാണല്ലോ, 15-ാം തീയതി. ഞാൻ ആദ്യം ചോദിച്ചത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വ്യാഴാഴ്ചയാണ്. പെട്ടെന്ന് 15 ശനിയാണെന്നൊന്നും മനസ്സിൽ വരികയില്ലല്ലോ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ചയാണ്. ഞാൻ പറഞ്ഞാൽ വലിയ നോമ്പാണ്, നമുക്ക് വ്യാഴാഴ്ച വിശുദ്ധ കുർബാന ചൊല്ലുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, അതെന്താ അച്ഛാ, എൻ്റെ അപ്പൻ്റെ കുർബാന ആയതുകൊണ്ടാണോ വലിയ നോമ്പിൽ കുർബാന ചൊല്ലാൻ പറ്റാത്തത്? എൻ്റെ അപ്പൻ്റെ കുർബാന ആയതുകൊണ്ടാണോ വലിയ നോമ്പിൽ കുർബാന ചൊല്ലാൻ പറ്റാത്തത്? അത് ഞാൻ അച്ഛൻ്റെ പിന്നെ ശാന്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ദൈവാദിനത്തിന് എൻ്റെ പള്ളിയിലെ അല്ലാഞ്ഞുകൊണ്ടും വികാരി അല്ലാഞ്ഞതുകൊണ്ടും എന്നോട് വലിയ പരിഭവം തോന്നാനുള്ള സാഹചര്യം ഉണ്ടായില്ല. എന്നെ അവിടെ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുവാനായിട്ട് വിളിച്ചതാണ്. ഇത് സാധാരണ ഇടങ്ങളിൽ സംഭവിക്കുന്ന ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും പലപ്പോഴും സംഭവിച്ചു പോകുന്നുണ്ട്. പല ആളുകളും ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുമുണ്ട്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായി ആലോചിക്കേണ്ടവരോട്, അറിയിക്കേണ്ടവരോട് അറിയിച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്നതായ വലിയ പോരായ്മ. അത് നമ്മുടെ അജ്ഞത കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് നാം ഒന്ന് ബോധപൂർവം ശ്രമിക്കണം. ചേർത്ത് വെച്ച് പറയട്ടെ, ഒരു പള്ളിയിലെ ഒരു 3 മേൽ കുർബാന വീട്ടുകാർ അതിനെക്കുറിച്ച് അങ്ങനെ അങ്ങ് വിചാരിച്ചു. വീട്ടുകാരങ്ങനെ ക്ഷണിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ദൈവകൃപയാൽ വികാരിയോടും പ്രധാന ശുശ്രൂഷകനോടും 3 മേൽ കുർബാനയാണെന്ന് പറഞ്ഞില്ല. ബാക്കി കഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നാണ് എൻ്റെ വിചാരം. ശരിക്കും അത് അജ്ഞത കൊണ്ട് സംഭവിച്ചു പോയതാ. പക്ഷെ ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ വരുമ്പോഴുള്ളതായ പ്രയാസങ്ങൾ പിന്നീട് അവർ പരിഭവമായിട്ട് പറയുമ്പോൾ അതിനാരാണ് കുറ്റക്കാരൻ എന്നുള്ളത് ഒന്ന് സ്വയം ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. പ്രായോഗിക തലത്തിലെ 2 കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, നമ്മുടെ അജ്ഞത കൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ ഭവിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. രണ്ടാമത്, 10 ദ്രഹ്മയുള്ളതായ ഒരു സ്ത്രീക്ക് 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോകുന്നു. 10 ദ്രഹ്മയുള്ള സ്ത്രീക്ക് 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്. 10 ദ്രഹ്മയുള്ളതായ ഒരു സ്ത്രീക്ക്
അതിലൊരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം എന്നതായിരിക്കും? നിങ്ങളുടെ മനസ്സിൽ കൊച്ചു കൊച്ചു ഉത്തരങ്ങൾ മനസ്സിൽ വന്നു. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചേ? ഉള്ള സൂക്ഷ്മത കുറവ് കൊണ്ടല്ലേ ഇത് സംഭവിച്ചേ? അല്ലേ? ഇതൊക്കെയല്ലേ മനസ്സിൽ വന്നത്? ഈ നഷ്ടമുണ്ടായതിൻ്റെ കാരണം അശ്രദ്ധ കൊണ്ടാണ്. അശ്രദ്ധ കൊണ്ടാണ് ഈ നഷ്ടമുണ്ടാകുന്നത്. 10 ദ്രഹ്മയുള്ളതിൽ 9 ദ്രഹ്മ കൈവശമുണ്ട്. അതിൽ 1 ദ്രഹ്മ നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം അവളുടെ അശ്രദ്ധയാണ്. ഇവിടെ ഈ ദ്രഹ്മ എന്ന് പറയുന്നത് ഒരു നാണയമെന്ന് അർത്ഥം, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമായിട്ട് ചിലപ്പോഴൊക്കെ പറയാറുണ്ടെങ്കിലും വിവാഹിതയാകുന്ന സ്ത്രീക്ക് ഉള്ള പിതാവ് നൽകുന്ന ഒരു ആഭരണമായിട്ടാണ് ഇതിനെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. 10 നാണയങ്ങൾ ഒന്നിച്ച് ചേർത്തുള്ളതായ ഒരു ചരടിൽ അണിയുന്നതായ ഒരു വിവാഹ ആഭരണം എന്നുള്ള തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. നമുക്ക് മനസ്സിലാകാനായിട്ട് ഇന്നിൻ്റെ കാലയളവിൽ വിവാഹിതയായ സ്ത്രീകൾക്ക് അവരുടെ മിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഇന്നിൻ്റെ കാലയളവിലെ വിചാരങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. അത് പറയുമ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, എൻ്റെ അച്ഛാ ഇപ്പോഴത്തെ പിള്ളേർ മിന്ന് ഊരി എവിടെ വെച്ചേക്കുക? മിന്നൂരി എവിടെ വെച്ചേക്കുക? അയ്യോ, എല്ലാവരും മിന്നിടുന്നുണ്ടോ? കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാവരും മിന്നിടുന്നുണ്ടോ? പ്രായമുള്ളവരൊക്കെ ഇടുന്നുണ്ട്. സ്വർണ്ണമൊന്നും അന്നില്ലാതിരുന്ന കാലഘട്ടത്തിൽ അമ്മമാരെ നൂലേൽ മിന്ന് കെട്ടി നടന്നിരുന്നതിൻ്റെ കാഴ്ചകൾ എൻ്റെ മനസ്സിൽ ഇന്നും നിൽപ്പുണ്ട്. പക്ഷേ ഇന്ന് അണിയുന്ന മറ്റ് ആഭരണങ്ങളുടെ ചേർച്ചയില്ലായ്മ കൊണ്ട് സൗകര്യപ്രദമായിട്ട് നമ്മൾ ഊരി മാറ്റി വെച്ചിരിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് സ്വയം ഒന്ന് ആലോചിക്കുക. ചേർത്ത് വെച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 10 ദ്രഹ്മയുള്ളതിൽ 1 ദ്രഹ്മ അവൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ നഷ്ടമുണ്ടായെങ്കിലും അവൾ ചെയ്യുന്നത് അവളുടെ വീട് അടിച്ചു വാരി, വിളക്ക് കത്തിച്ച് വെച്ച് വീട് അടിച്ചു വാരി അത് കണ്ടുപിടിച്ച് സന്തോഷം പങ്കുവെക്കുകയാണ്. ശരിക്കും അന്നത്തെ കാലത്തെ അവിടുത്തെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ വീടുകളാണ്. വെളിച്ചം അല്പം പോലും ഉള്ളിലേക്ക് കയറുവാനായിട്ട് സാധിക്കാത്തതായ ചെറിയ വീടുകൾ. അങ്ങനെയുള്ളതായ ചെറിയ വീടുകളുടെ ഉള്ളിൽ ഇങ്ങനെയൊന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വിളക്ക് കത്തിച്ച് വെച്ച് ആ സ്ത്രീ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിൻ്റെ തീവ്രതയൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വൈക്കോൽ തുറവ് ഉണ്ടായിരുന്നു. വൈക്കോൽ തുറവും പശുവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ വൈക്കോൽ തുറവിനകത്ത് ഒരു സൂചി നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടുപിടിക്കുന്ന പോലെയുള്ള ശ്രമകരമായ അധ്വാനമാണ് ഈ സ്ത്രീയുടെ അധ്വാനം എന്ന് പറയുന്നത്. അത്രമാത്രം ചെറിയൊരു വീടാണ്. ആ വീടിനുള്ളിലെ സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടാണ് വിളക്ക് കത്തിച്ച് വെച്ച് ഈ സ്ത്രീ ആ വീട് അടിച്ചു വാരി അത് കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും യഥാസമയം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശം കിട്ടാത്തപ്പോൾ നമ്മളും ചില അന്വേഷണങ്ങളൊക്കെ നിർവഹിക്കാറുണ്ട്. നമ്മൾ രാവിലെ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്തായിരിക്കും ചില കാര്യങ്ങൾ വേണ്ടി നമുക്ക് രീതിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയാതെ വരുന്നത്. ആ സമയത്ത് നമ്മൾ നേരെ പോയി നമ്മുടെ ബെഡ്റൂമിൽ ചെന്ന് ടേബിൾ തുറന്ന് ടേബിളിൻ്റെ ആ ഡ്രോയ്ക്കകത്തുള്ള മുഴുവൻ സാധനങ്ങളും ടേബിളിൻ്റെ പുറത്തേക്ക് വാരിയിടും. അതിനകത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കും. ടേബിളിൻ്റെ അടുത്ത ഡ്രോ തുറക്കും, മുഴുവൻ സാധനങ്ങളും ടേബിളിൻ്റെ മുകളിലേക്ക് വരും. പിന്നീട് നേരെ നമ്മൾ അലമാരിയിലേക്ക് പോകും. 2 ഡ്രോ അതേപോലെ കട്ടിലേ വീഴും. അതിനകത്തില്ലെന്ന് മനസ്സിലാകും. അടുത്ത ഡ്രോ തുറന്ന് അതിനകത്തുനിന്ന് ആ സാധനം കിട്ടും. ആ സാധനം എടുത്തുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പെട്ടെന്ന് പോവും. പിന്നെ ഈ ടേബിളിൻ്റെ പുറത്ത് കിടക്കുന്നതും കട്ടിലേ കിടക്കുന്നതും ഒക്കെ എന്നാ പിന്നെ തിരിച്ചു കയറുന്നത്? സ്വയം ആലോചിച്ചാൽ മതി. ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നൊരു പ്രതിസന്ധിയാണ് ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനെങ്കിലും ഒരു സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചു പോകുന്നത്. നമുക്കെന്താ ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഇല്ലാതെ പോകുന്നത്? അതുകൂടി നാം ഒന്ന് ചേർത്ത് വെച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. ഈ അന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷം ഈ സാധനങ്ങളൊക്കെ യഥാസ്ഥാനത്ത് പൂർവ്വസ്ഥാനത്ത് വെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിയോഗം കൂടിയുണ്ട് എന്ന് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അശ്രദ്ധ കൊണ്ട് ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു.
നമ്മുടെയൊക്കെ ജീവിതത്തിലും അശ്രദ്ധ കൊണ്ട് എത്രമാത്രം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ശാന്തമായിട്ട് നാം ഒന്ന് ചിന്തിക്കുക. എത്രമാത്രം നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ, നമ്മുടെയൊക്കെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ അശ്രദ്ധ കൊണ്ട് എത്രമാത്രം നഷ്ടങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഒന്ന് സ്വയം ആലോചിക്കുക. എന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ അശ്രദ്ധ കൊണ്ട് അങ്ങനെയൊക്കെ ചില നഷ്ടങ്ങൾ ഉണ്ടായെങ്കിൽ അതൊന്ന് മാറുന്നതിന് നാം ബോധപൂർവം ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ്. നമ്മുടെ മക്കളോടൊക്കെ ഉള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ വന്ന സമയം മുതൽ നമ്മുടെ മക്കൾക്ക് ടെക്നോളജിയുമായിട്ട് വല്ലാതൊരു അഭിനിവേശം കൂടിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ട്. നമ്മളെക്കാൾ മിടുക്കരാണ് ഈ കാര്യങ്ങളിൽ അവർ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവുകയും അവരുടെ അങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാകേണ്ടത് കൃത്യതയോടുകൂടി അതിനെക്കുറിച്ച് ബോധമുണ്ടാവുകയും ചെയ്യണം. ആ ശ്രദ്ധയില്ലായ്മ വലിയ അപകടങ്ങളിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഇന്നിൻ്റെ കാലയളവിൽ നവമാധ്യമങ്ങൾ കൂടിയൊക്കെ മനസ്സിലാക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മാതാക്കളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ചില കാര്യങ്ങളിൽ നമ്മുടെ അശ്രദ്ധ വല്ലാതെ കൂടുന്നുണ്ട് എന്നുള്ളത് നാം ഇന്ന് പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു സങ്കടമുണ്ടാക്കുന്ന വസ്തുതയാണ്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് പറയുമ്പോഴാണ് അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടുത്തെ ഒരു കുഞ്ഞ് ഉള്ള സങ്കടം പോലെ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ ഓർമ്മ വരുന്നത്. വീട്ടിലെ 2 മക്കളാണ്. മൂത്തത് ഒരു മകൻ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത് ഒരു മകൾ, അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ ചെന്നിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ കൂട്ടത്തിലെ അവളിങ്ങനെ കാര്യം പറഞ്ഞു, അച്ഛാ ഇവിടെ എപ്പോഴും ഈ അച്ചാച്ചന് പറയുന്ന 1-2 കാര്യങ്ങൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, എന്തോ മക്കളെ പറഞ്ഞാട്ടെ. അപ്പോൾ അവൾ പറഞ്ഞു, പണ്ട് കാലം മുതലേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നൊരു കാര്യമാണ്, കൊച്ചിനോട് പറയുന്നതാണ്, ഈ അച്ചാച്ചന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, എടി നീ ഈ വീട്ടിലെ ഒന്നുമല്ല, നീ പണ്ട് വെള്ളം പൊങ്ങിയ സമയത്ത് ഒഴുകി വന്നതാ. ആഹാ, എല്ലാവർക്കും ചിരി വരുന്നുണ്ട്. നമ്മൾ എത്ര തവണ പറഞ്ഞിരിക്കുന്നു നമ്മുടെ മക്കളോടും കൊച്ചുമക്കളോടും. വല്ല കാര്യമുണ്ട്? അങ്ങനല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. എന്നാലും നമ്മൾ പറയും, നീ പണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്നതാ. ശരി, ആ കൊച്ചിന് ഒരു പരിധി വരെ അത് കേട്ടങ്ങ് അഡ്ജസ്റ്റായി. രണ്ടാമത് ഈ കുഞ്ഞിനോട് പറയുന്നത്, അച്ചാച്ചനാ പറയുന്നത്, എടി അപ്പായുടെയും അമ്മയുടെയും എൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് സെയിമാ, നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് വേറേതാ. അതിന് കാരണം ആരാ? കൊച്ചാണോ കാരണം? മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം അതിനെക്കുറിച്ച്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മൂന്നാമത് ഒരു കാര്യം കൂടി അച്ചാച്ചൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എടി അപ്പയുടെ അമ്മയുടെ എൻ്റെ മുടി കണ്ടില്ലേ നീ, നിൻ്റെ മുടി കണ്ടോ, വേറെ മുടിയാണ്. അതിനും കാരണം ഈ കുഞ്ഞാണോ? നാലാമത് ഒരു കാര്യം കൂടി അവൾ പറഞ്ഞു, അതാ അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ അച്ചാച്ചന് മൊബൈൽ കൊടുക്കും, ഞാൻ ചോദിച്ചാൽ എനിക്ക് തരത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് അവൾ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് വരുന്ന സമയത്ത് ഉള്ള കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്ന കാണുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാനിത് പറയുമ്പോൾ അതിൻ്റെ തീവ്രത അതേപോലെ നിങ്ങൾക്ക് കിട്ടുകയില്ല. ഞാനിത് പറയാനുള്ള കാരണം അതിനോട് ചേർത്ത് വെച്ച് പറയുന്നത്, എന്തിനാണ് അവനെയും അവളെയും ഇങ്ങനെ നിങ്ങൾ വേർതിരിക്കുന്നത്? അവനും അവളും എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ? എന്തിനാ അങ്ങനെ ഒരു വേർതിരിവ് നമ്മൾ നടത്തുന്നത്? എന്താണ് അവൾക്കില്ലാത്ത പ്രത്യേക പ്രിവിലേജ് അവന് കൊടുക്കുന്നത്? അത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതല്ലേ? ഒന്ന് സ്വയം അതിനെക്കുറിച്ച് ആലോചിക്കുക. ശരിക്കും വേദപുസ്തകത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. 2 പേര്, ഒന്ന് അമ്മയ്ക്ക് ഇഷ്ടപുത്രൻ, ഒന്ന് അപ്പന് ഇഷ്ടപുത്രൻ. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. 2 പേരുടെ പേര് പറയാം, ഏശാവും യാക്കോബും. വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തിനാ നമ്മൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഈ അവനെയും അവളെയും ഇങ്ങനെ പ്രത്യേക പ്രിവിലേജ് കൊടുത്ത് മാറ്റി നിർത്തുന്നത്? ആവശ്യമുണ്ടോ? നാം സ്വയം ചിന്തിക്കുക അതിനെക്കുറിച്ച്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ നഷ്ടങ്ങൾ അവരുടെ ഉള്ളിൽ ചില നൊമ്പരങ്ങളായിട്ട് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അശ്രദ്ധ കൊണ്ട് എത്രമാത്രം നഷ്ടങ്ങൾ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. ഈ സ്ത്രീയെ പോലെ അവളുടെ ജീവിതത്തിലെ ശ്രദ്ധക്കുറവ് കൊണ്ട്, അവളുടെ ജീവിതത്തിലെ വിവരക്കേട് കൊണ്ട്, അവളുടെ ജീവിതത്തിലെ പിടിപ്പുകേട് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. അശ്രദ്ധ കൊണ്ടുണ്ടായ നഷ്ടങ്ങൾ നാം ഒന്ന് പരിഹരിക്കത്തക്കവണ്ണം ആലോചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ ഉപമ, 2 മക്കളുള്ളതായ ഒരപ്പന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. കഥ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ചെറുപ്പം മുതലേ നാം ഇങ്ങനെ കേട്ട് പരിചയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹനിധിയായ ഒരു പിതാവിൻ്റെ ഉപമയാണത്. അറിഞ്ഞോ അറിയാതെയോ ചില മറ്റ് പേരുകൾ അതിന് നമ്മളായിട്ട് ചാർത്തി കൊടുത്തിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെയൊന്ന് പറയുന്നുമില്ല. ഞാൻ ആ പേര് പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ ആ പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. ഈ 2 മക്കളുള്ളതായ അപ്പനെ ശരിക്കും പാരമ്പര്യമനുസരിച്ച് മൂത്ത മകന് ഉള്ള സ്വത്തിൽ 2/3 ഭാഗവും ഇളയ മകന് സ്വത്തിൽ 1/3 ഭാഗവും അപ്പൻ്റെ ജീവിതാന്ത്യത്തിങ്കിൽ ജീവിതം അവസാനിക്കാറാകുന്നെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് നൽകണം. അതാണ് ക്രമം. അല്ലെങ്കിൽ നമുക്കും അറിയാം, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടുകളിലെ ഭാഗം വെപ്പും വിഭജനവും എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപ്പൻ വളരെ സജീവനായിട്ട് നിലനിൽക്കുന്ന സമയത്താണ് ഈ മോൻ വന്ന് അപ്പനോട് എനിക്ക് അവകാശപ്പെട്ടത് ഇങ്ങനെ തന്നേക്ക് എന്ന് അങ്ങോട്ട് പറയുന്നത്. അതാ മനസ്സിൽ, പിതാവിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന വേദനയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പെട്ടെന്ന് ചെന്ന് ഇങ്ങനെ ഒരു ആവശ്യം പറയുകയാണ്. എത്രമാത്രം സങ്കടത്തോടു കൂടിയാണെങ്കിലും ആ പിതാവ് ആ മകൻ ചോദിച്ച കാര്യങ്ങൾ നിവർത്തിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നിവർത്തിച്ച് കൊടുത്തിട്ട് ഈ മകൻ അവിടെയുള്ള സകലതും വിറ്റ്, ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ ചെയ്യുന്നത് പോലെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ഓസ്ട്രേലിയക്കോ അല്ലെങ്കിൽ കാനഡയ്ക്കോ UK-ക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി, അവൻ്റെ സൗകര്യത്തിന് വേണ്ടി മറ്റ് യാതൊരു വിലക്കുകളും അവന് ഉണ്ടാകാത്ത ഒരിടത്തേക്ക് അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ അവൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഇവിടെ ഈ നഷ്ടത്തിൻ്റെ കാരണം അഹന്തയാണ്. ഒന്നാമത് ഞാൻ സൂചിപ്പിച്ചത് അജ്ഞത എന്നാണ്, രണ്ടാമത് അശ്രദ്ധ എന്ന് പറഞ്ഞു, അവസാനം ഇത് അഹന്ത എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ചിന്തിച്ചാൽ അത് ഈ ഇളയ മകൻ്റെ അഹന്തയുടെ തലം കൊണ്ടാണ് ഈ നഷ്ടമുണ്ടാകുന്നത്. കാരണം അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അവൻ്റെ അപ്പനെക്കുറിച്ച്, അവൻ്റെ സഹോദരനെക്കുറിച്ചൊന്നുള്ള ആലോചന അവനില്ല. അവന് സന്തോഷിക്കണം, അവന് സുഖത്തോടു കൂടി കഴിയണം, അതിനുവേണ്ടി നാട് വിട്ടു പോകണമെന്നുള്ള വിചാരം മാത്രമാണ് അവനുള്ളത്. കാരണം ഇവിടെയാണെങ്കിൽ അപ്പൻ്റെ ചില നിയന്ത്രണങ്ങളുണ്ട്, ചേട്ടൻ്റെ ചില ശ്രദ്ധയുണ്ട്. അതൊക്കെ ഒന്ന് വിട്ട് അവൻ്റെ മാത്രം, എന്നെ ആരും തിരുത്തുവാനില്ലാത്ത, എന്നെ ആരും വിലക്കുവാനില്ലാത്തതായ എൻ്റെ മാത്രം സ്വാതന്ത്ര്യത്തിൻ്റെ തലത്തിൽ എനിക്ക് ഏറെ സന്തോഷിക്കണം, ഏറെ സുഖത്തോടു കൂടി കഴിയണമെന്നുള്ള ആഗ്രഹമാണ് അവൻ്റെ മനസ്സിലുള്ളത്. അതിനനുസരിച്ചാണ് അവന് കിട്ടിയത് വിറ്റ് അവനത് യൂറോയാക്കി അല്ലെങ്കിൽ ഡോളറാക്കി അവൻ ഇവിടെ നിന്ന് പോകുന്നത്. അവനിവിടെ നിന്ന് പോകുന്നതിൻ്റെ ചിത്രം ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കി. വലിയ സെറ്റപ്പായിട്ട്, കാലേ വലിയ സെറ്റപ്പ് ബൂട്ട്സൊക്കെ ഇട്ട്, എല്ലാവരിലും മോതിരമൊക്കെ ഇട്ട്, കോട്ടൊക്കെ ഇട്ട് വലിയ സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. ഈ പോകുന്ന ചിത്രം മനസ്സിൽ വെക്കാൻ പറഞ്ഞ അവൻ തിരിച്ചു വരുന്ന ചിത്രം കൂടെ മനസ്സിൽ വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെ ഒരു പോക്കാണ് അവൻ ഇവിടെ നിന്ന് പോകുന്നത്. ഇവൻ പോയി ആദ്യഘട്ടങ്ങളിലൊക്കെ അവന് സന്തോഷമായിരുന്നു. അവനിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കഴിഞ്ഞ സമയത്ത് ഇവൻ കൊണ്ടുപോയതായ യൂറോ മുഴുവൻ തീർന്നു. ഇവന് പച്ചവെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള നിവൃത്തിയില്ലാതെയായി. കാരണം വെള്ളം പോലും കാശ് കൊടുത്ത് അവിടെ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും നല്ല ബോധമുണ്ട്. ഇവിടെയാണെങ്കിൽ കിണറ്റിൽ നിന്നെങ്കിലും ഇച്ചിരി വെള്ളം കോരി കുടിക്കായിരുന്നു. അവിടെ ചെന്നപ്പം അതുപോലും ഇല്ലാത്ത സാഹചര്യമാണ്. ആ സമയത്താണ് അവന് ബോധമുണ്ടാകുന്നത്, സുബോധമുണ്ടാകുന്നത്. അവൻ പന്നികളുടെ അടുത്തേക്കാണ് പോകുന്നത്. ആ പന്നികളുടെ അടുത്ത് വരുമ്പോഴാണ് ശരിക്കുള്ള സുബോധം അവനുണ്ടാകുന്നത്. അവൻ അപ്പനെക്കുറിച്ച്, തൻ്റെ വീടിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. ഇവിടെ നിന്ന് പോയ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. അവിടെ ചെന്ന് സന്തോഷിച്ച് സുഖിച്ച് കഴിഞ്ഞ സമയത്ത് ഇതൊന്നും ആലോചിച്ചില്ല. ആലോചിച്ച് നോക്കി. ശരിക്കും ചെങ്ങന്നൂരാണെങ്കിലും ആറ്റുവായിലാണെങ്കിലും കോടുകുളഞ്ഞിയിലാണെങ്കിലും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ 2 ആൺമക്കളുണ്ടെങ്കിൽ
ഇളയ മോൻ്റെ ചുമതലയും ഉത്തരവാദിത്വമാണ് കുടുംബവും അപ്പനും അമ്മയും. ഇല്ലയോ? ഇല്ലയോ? അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയായിപ്പോയി, അങ്ങനെ അങ്ങ് തുടർന്നു പോകും. ഇവിടെ ഈ ഇളയ മകൻ്റെ ഉത്തരവാദിത്വമാണ് ഈ അപ്പനെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് അവനൊരു വലിയ പണിയാണ് എന്നുള്ള ഒരു വിചാരം കൊണ്ടാണ് അവൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നതിന് ശ്രമിക്കുന്നത്. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ ഈ അച്ഛന്മാരോട് മക്കളുടെയൊക്കെ വിവാഹപ്രായമാകുന്ന സമയത്ത്, അച്ഛാ കൊച്ചിന് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്, അച്ഛാ നല്ല പിള്ളേർ വല്ലതും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയാനുണ്ട്. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ പറയാതെ രക്ഷപ്പെട്ടു പോകാനേ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ചിലർ പറയും, അച്ഛാ അതെ ഒറ്റ മോനാണെങ്കിലും ഇളയ മോനാണെങ്കിലും ഇളയ മോനാണെങ്കിലും വലിയ താല്പര്യമില്ല. കാരണം അത് തന്നെ ഞാൻ പറയാം, നിങ്ങൾക്കറിയാം. എന്നെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് അത്. കേൾക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ നൊമ്പരം ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ ബാധ്യതകളായിട്ട് മാറുന്നുണ്ടോ? അവരെ നോക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമല്ലേ മക്കൾക്കുള്ളത്? ഈ മക്കളൊക്കെ ഇത്രയായതിൻ്റെ പിന്നിൽ ഈ അപ്പനും അമ്മയൊക്കെ അനുഭവിച്ച ചില ത്യാഗങ്ങളുണ്ട്. അവർ വേണ്ട എന്ന് വെച്ച ചില സന്തോഷങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വല്ലപ്പോഴുമെങ്കിലും ഒന്ന് മക്കളെ ഒന്ന് അറിയിക്കണം. ചോദിക്കുന്നതിന് മുമ്പേ എല്ലാം എടുത്ത് കൊടുക്കുക എന്നുള്ളതല്ല സ്നേഹം. ഇവരുടെ ഈ വളർച്ചയുടെ ഓരോ പടവുകളിൽ അമ്മയും അപ്പനുമൊക്കെ വേണ്ട എന്ന് വെച്ച പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ചില ഓർമ്മകൾ അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പിന്നെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ മക്കൾ നോക്കുമെന്നുള്ളതായ വലിയ വ്യാമോഹത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ള ഒരു വലിയ സമാധാനമുള്ള കാര്യമാണ്. ആരെങ്കിലുമൊക്കെ നോക്കുമെന്നേ, ദൈവം താങ്ങിക്കൊള്ളുമെന്നേ, ആ ഒരു ഉത്തമ ബോധ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ പെടേണ്ട കാര്യമില്ല. പോകട്ടെ, ഇവിടെ ഈ മകനിലേക്ക് തിരിച്ചു വരാം. ഈ ഇളയ മകൻ അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കൂടിയാണ് ഓടി ഒളിക്കുവാൻ ശ്രമിക്കുന്നത്. അവൻ ഇപ്പോൾ നിൽക്കുന്നത് പന്നിക്കൂട്ടിലാണ്. എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത്? അവിടെ അവന് സുബോധമുണ്ടായി അവൻ തിരികെ വരികയാണ്. അവൻ തിരികെ വരുന്നതിന് ഈ അപ്പൻ കാത്തിരിക്കുന്നതായിട്ടാണ് തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അപ്പൻ എങ്ങനെയാണ് കാണുന്നത്? ഇവൻ ദൂരെ നിന്നേ വരുന്നത് അപ്പൻ കാണുകയാണ്. ഇവൻ ദൂരെ നിന്നേ വരുന്നത് കണ്ടിട്ട് അങ്ങോട്ട് ഓടി ചെല്ലുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ അവൻ ഇവിടുന്ന് പോയ പോക്കിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞിരുന്നു. അവൻ ഇപ്പോൾ വരുന്ന സമയത്ത് കാലയിൽ ഒരു സ്ലിപ്പർ പോലും ഇല്ലാതാണ് വരുന്നത്. അവിടെ അവന് ചെരുപ്പ് കൊടുക്കുന്നു, അവന് മോതിരം കൊടുക്കുന്നു, അവന് വിശേഷമായ വസ്ത്രം കൊടുക്കുന്നു. ഈ മോൻ പോയ അന്ന് മുതൽ കാത്തിരുന്നതായ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ് അവിടെ കാണുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ അമ്മയും അപ്പനും ഒക്കെ കാത്തിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ സന്തോഷം നമുക്ക് നൽകുന്ന ആശ്വാസം എത്രയധികമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലെ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര കാലയളവിൽ ബഷീറിനെ പിടിച്ച് തുറങ്കലിലടക്കുകയാണ്. ബഷീറിനെ തുറങ്കലിലടച്ച ഒരു രാത്രി ഏറെ വൈകി ബഷീർ തിരികെ വരികയാണ്. ബഷീർ തിരികെ വരുന്ന സമയത്ത് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അത്താഴം ഒരുക്കി കാത്തിരിക്കുന്ന അമ്മയെ കാണുകയാണ്. ബഷീർ അമ്മയുടെ അരികിൽ വന്നിച്ച് അമ്മയോട് ചോദിക്കുന്നതാണ്, ഉമ്മ, ഞാൻ ഇന്ന് മടങ്ങിയെത്തുമെന്ന് ഉമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഉമ്മ അവനോട് പറയുകയാണ്, മോനെ, എല്ലാ രാത്രിയിലും നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അമ്മയും അപ്പനുമൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം നമുക്ക് നൽകുന്ന സമാധാനം എത്രയധികമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കളൊക്കെ വരാൻ അല്പം താമസിച്ച് കഴിഞ്ഞാലേ അപ്പൻ നേരിട്ട് വിളിച്ചില്ലെങ്കിൽ അമ്മയോട് പറയും, എടി അവൻ എവിടെ ആയെന്നൊന്ന് വിളിച്ചു ചോദിയിരേ. സത്യമല്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് നമ്മുടെ അപ്പന്മാർ ഇങ്ങനെ ആദ്യമൊന്നുമില്ല. ശരിക്കും അമ്മമാരെക്കാൾ കൂടുതൽ ഉള്ളിൻ്റെ ഉള്ളിൽ മക്കളെക്കുറിച്ച് ആദ്യമുള്ളത് അപ്പന്മാർക്ക് അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നല്ല നിശ്ചയമുണ്ട്.
ഇവിടെ ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ മകൻ തിരികെ വരുമ്പോൾ അവൻ പോയ അവസ്ഥയെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തുകളൊന്നുമില്ല. അവനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനായിട്ട് ഈ പിതാവ് തയ്യാറാവുകയാണ്. അവിടെ വലിയൊരു സന്തോഷത്തിൻ്റെ, ഒരു വലിയ വിരുന്നിൻ്റെ അനുഭവമാണ് അവിടെ കാണുന്നത്. അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന. തടിച്ച കാളക്കുട്ടിയെന്നല്ല, തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന. ശരിക്കും ഈ മോൻ പോയ നാൾ മുതൽ ഈ മകൻ തിരികെ വരുമെന്നുള്ളതായ വലിയ ആഗ്രഹത്തോടു കൂടി ഈ മകൻ തിരികെ വരുന്ന സമയത്ത് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് കൊടുക്കേണ്ട വിരുന്നിന് കൊടുക്കേണ്ടുന്നതായ കാളക്കിടാവിനെ കുറിച്ച് പോലും ഈ പിതാവിന് നല്ല ആലോചനയുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവ പോയ നാൾ മുതൽ ഇതിന് ഹോർലിക്സും ബോൺമിറ്റായും ബൂസ്റ്റും ഒക്കെ കൊടുത്ത് നല്ലതായിട്ട് പുഷ്ടിപ്പെടുത്തി എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ അതിനെയൊന്ന് വളർത്തി കൊഴിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ മകൻ്റെ തിരിച്ചു വരവ് സന്തോഷമായിട്ട് അതൊന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടി. എത്രമാത്രം നല്ല വിചാരമാണ് ആ പിതാവിൻ്റെ. ശരിക്കും ആ സംഭവത്തിലെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടി ഒന്ന് ലളിതമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമുക്കറിയാം അതാ മൂത്തപുത്രനാണെന്നുള്ളത്. ഈ മൂത്തപുത്രൻ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ വാതിക്കൽ നിൽക്കുകയാണ്. അപ്പൻ ഇറങ്ങി അവൻ്റെ അടുക്കൽ ചെല്ലുന്നു. ആ സമയത്ത് നിൻ്റെ സഹോദരൻ വന്നു എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞ എൻ്റെ സഹോദരനൊന്നുമല്ല, നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. ശരിക്കും അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇളയ മകൻ പോയ നാൾ മുതൽ ഇവൻ്റെ ഉള്ളിലൊരു വല്ലാത്ത സന്തോഷമാണ് ഈ മൂത്ത മകൻ്റെ. കാരണം ഇപ്പോൾ അവൻ മൂത്ത മകൻ എന്നുള്ള സ്റ്റാറ്റസിലല്ല ജീവിക്കുന്നത്, ഏക മകൻ എന്നുള്ള സ്റ്റാറ്റസിലാണ് ജീവിക്കുന്നത്. കാരണം ഈ ഇളയവൻ നാട് വിട്ടു പോയി, അവൻ ഇനി തിരിച്ചു വരത്തില്ലെന്നേ. ആ പോയവൻ ആ വഴിക്ക് അങ്ങ് പോയി, ഇനി ഉള്ളതെല്ലാം എനിക്കാണ്. ആ സന്തോഷം ഇവൻ എന്തിനു വേണ്ടിയാണ് ഈ അപ്പനോട് ചേർന്ന് നിൽക്കുന്നത്? എങ്ങനെയെങ്കിലും ഈ അപ്പൻ്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ എൻ്റെ സ്വാതന്ത്ര്യത്തിലാണ്. ആ ഒരു വിചാരത്തോടു കൂടിയാണ് അവൻ ഇങ്ങനെ പോകുന്നത്. അപ്പനോടൊപ്പമുള്ളതായ ജീവിതം അവനെ സംബന്ധിച്ചിടത്തോളം അവനിങ്ങനെ ഒരു കപടതയുടെ ഒരു നീതീകരിച്ച് നടക്കുന്നതായ ഒരു ജീവിതമായിട്ട് അവൻ ജീവിക്കുകയാണ്. ശരിക്കും ഇന്നിൻ്റെ കാലയളവിലെയും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാം വായിച്ചു കേട്ടതായ വേദഭാഗം നോമ്പിലെ 5-ാം ഞായറാഴ്ചയിൽ കൂനിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന അനുഭവമാണ്. അവിടെ അവൾ പതിവായി ദേവാലയത്തിൽ പോയി സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് പള്ളിപ്രമാണി എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചവനോടോ സൗഖ്യം കൊടുത്തവനോടോ അല്ല, അവിടെ ഇരുന്ന പുരുഷാരത്തോടായിട്ടൊരു വർത്തമാനം പറയുന്നുണ്ട്. സൗഖ്യമൊക്കെ പ്രാപിക്കണമെങ്കിൽ വേറെ 6 ദിവസമുണ്ട്, അമരം വന്നാൽ പോരെ. ശരിക്കും അവൻ്റെ മനസ്സിലെ വിചാരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഈ പള്ളിപ്രമാണിയുടെ മനസ്സിലെ വിചാരത്തിലെ കുറിച്ച് അവൻ സ്വയം നീതീകരിച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ചേ. ഈ സൗഖ്യം പ്രാപിച്ചവനോടോ സൗഖ്യം കൊടുത്തവനോടോ ഇവനൊക്കിത് പറയാം. പലപ്പോഴും നമ്മളും ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്. പറയേണ്ട ആളിനോടല്ല പറയുന്നത്, അവിടെയും ഇവിടെയുള്ളതായ ചെറു സംഘങ്ങളോട് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വയം നാം നീതീകരിച്ചുകൊണ്ട്, സ്വയം നാം വലിയ നീതിമാന്മാരാണെന്ന് നടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുകയാണ്. ശരിക്കും നമ്മളൊക്കെ നമ്മുടെ തെറ്റുകൾക്ക് നല്ല ഒന്നാന്തരം വക്കീലന്മാരാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നല്ല ഒന്നാന്തരം ജഡ്ജിമാരാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ നല്ല വക്കീലന്മാരാണ്. വക്കീലന്മാരുടെ പണി എന്താണെന്ന് നമുക്കറിയാം. എന്നതാ? ഒരാളെ കൊന്നിട്ട് ചെന്നാലും ഇയാൾ നിരപരാധിയാണെന്ന് നന്നായിട്ട് സമർത്ഥിക്കുവാനായിട്ടാണ്, എൻ്റെ കക്ഷി ശരിയാണെന്ന് സമർത്ഥിക്കുവാനായിട്ടാണ് വക്കീലന്മാർ ശ്രമിക്കുന്നത്. ജഡ്ജിമാരോ ഇതെല്ലാം കേട്ട ശേഷം അതിന് വിധി എഴുതുകയാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ഭാഗത്ത് യാതൊരു കുഴപ്പവുമില്ല എന്ന് നമ്മുടെ വീടിൻ്റെ അകത്ത് മുതൽ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ പള്ളിക്കുള്ളിൽ നമ്മൾ പറയുന്നതാണ്. എൻ്റെ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ലെന്നേ. കുഴപ്പം മുഴുവൻ ആരുടെ ഭാഗത്താണ്? എന്നിട്ട് അതിനെക്കുറിച്ച് കുറേ വിധിന്യായങ്ങൾ കൂടി നമ്മളങ്ങ് പ്രഖ്യാപിക്കും. ശരിക്കും തിരിച്ചാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ചെയ്യുന്നത് എന്നാ? നമ്മൾ നമ്മുടെ നല്ല വക്കീലന്മാരായിട്ട് നിൽക്കുകയും മറ്റുള്ളവരുടെ വലിയ വിധികർത്താക്കന്മാരായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെങ്കിലും നമ്മളതിനെക്കുറിച്ചൊന്ന് പുനരാലോചന നടത്തേണ്ടത് ആവശ്യമുള്ള കാര്യമാണ്. ഇത് പ്രിയമുള്ളവരെ,
ഈ 3 നഷ്ടങ്ങളുടെ തലം നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ, അജ്ഞത കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, അഹന്ത കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ശരിക്കും ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെയൊക്കെ ഇടങ്ങളിൽ നമ്മുടെ ആളുകളൊക്കെ ഇന്ന് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അപകടം വരുന്നതിൻ്റെ 3 കാരണമാണ്. 1 അജ്ഞത, 2 അശ്രദ്ധ, 3 അഹന്ത. അജ്ഞത കൊണ്ടുണ്ടായ അപകടം അത് നമുക്ക് ന്യായീകരിക്കാം. അശ്രദ്ധ കൊണ്ടായതും കുറച്ചുകൂടി നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ അഹന്ത കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ, അത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പള്ളിയിലെ ഒരു കല്യാണത്തിന് അവിടുത്തെ ശരിക്കും വികാരി അച്ഛനോടും ശുശ്രൂഷകനോടും പറഞ്ഞില്ലെന്നേ. തലേന്ന് ശുശ്രൂഷകനെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ട്രസ്റ്റിയെ കൊണ്ട് വികാരി അച്ഛൻ ഒന്ന് പറയിപ്പിച്ചു, ആ ശുശ്രൂഷകനെ ഒന്ന് കല്യാണത്തിന് വിളിച്ചേക്കണേന്ന്. ഇത് ട്രസ്റ്റി വഴി ആ ആളിനെ അറിയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഇതാണ്: പള്ളി വിളിച്ചു ചൊല്ലിയിട്ടുണ്ട്, അച്ഛനും കപ്പയാരും ഒക്കെ വേണേലങ്ങ് വന്നോളും. അജ്ഞത, അശ്രദ്ധ, അഹന്ത. നിങ്ങൾക്ക് സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ അഹന്ത കൊണ്ട് നമ്മൾ എത്രമാത്രം നഷ്ടങ്ങളാണ് ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുന്നത്. സ്വയം അതിനെക്കുറിച്ച് പരിശോധിക്കുക. അഹന്ത കൊണ്ടും അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടങ്ങൾ നികത്തത്തക്കവണ്ണം നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലെ വെളിച്ചം വെളിച്ചമായിട്ട് തന്നെ നിൽക്കും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം: ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ നോക്കുക. അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടും അഹന്ത കൊണ്ടുമൊക്കെ എൻ്റെ ഉള്ളിലെ വെളിച്ചം ഇരുളായി മാറുന്നുവെങ്കിൽ അത് വെളിച്ചമായിട്ട് തന്നെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്വം എൻ്റേതാണെന്നുള്ള തിരിച്ചറിവോട് കൂടി ഈ നോമ്പിൻ്റെ വരും ദിനങ്ങൾ കുറേ കൂടി വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ജീവിക്കുന്നതിന് ദൈവകൃപ നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്രദ്ധയോടെ ശ്രവിച്ച നിങ്ങളോടുള്ള സ്നേഹം, ആദരവ്, ക്ഷണിച്ച പ്രിയപ്പെട്ട മത്തായി സക്കറിയ അച്ഛനോടുള്ള സ്നേഹം പങ്കുവെച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ സായാഹ്നവേളയിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടിയ വലിയ അനുഭവത്തിൻ്റെ 3 ഉപമകൾ കൂടി ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ കൂടിയൊക്കെ ധാരാളം അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛന് മറ്റ് തിരക്കുകളുള്ളതുകൊണ്ട് അച്ഛന് പോകേണ്ടതായിട്ടുണ്ട്. അച്ഛന് സന്ധ്യാനമസ്കാരത്തിന് മുമ്പ് പോകും. പ്രത്യേകാൽ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബിനു ജോയി അച്ഛൻ, ഞാൻ ഓർപ്പിച്ചല്ലോ, പ്രകാശഗിരി കൊടുകുളഞ്ഞ ഇടവകയുടെ വികാരിയാണ്. നമ്മുടെ ഭദ്രാസനത്തിലെ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പ്രത്യേകാൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ബദേൽ മാർ ഗ്രിഗോറിയോസ് അരമനപ്പള്ളിയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി ശക്തിയും ബലവും ആയുസ്സും ആരോഗ്യവും കൊടുത്തവിടുന്ന് പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും, പ്രാർത്ഥനയോഗ സെക്രട്ടറിമാർ, അഡ്വൈസറി ബോർഡ് അംഗങ്ങൾ, പ്രത്യേകാൽ നമ്മുടെ ഇടവകയുടെ അക്കൗണ്ട്സ് ഇൻചാർജ് വഹിക്കുന്ന പ്രിയ റീച്ചാൻ ഉൾപ്പെടെ ആധ്യാത്മിക സംഘടനകൾ, മർത്തോമറി സമായം ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വലിയ നോമ്പിലെ തിങ്കളാഴ്ച സന്ധ്യ പ്രാർത്ഥന, ഒരുപക്ഷെ നോമ്പ് തുടങ്ങിയിട്ട് ഇത്രയും പേര് ഒന്നിച്ച് സന്ധ്യാനമസ്കാരത്തിന് വരുന്ന ആദ്യത്തെ ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് പുസ്തകം കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അത്
പ്രത്യേകമായി പ്രോസാണ്, അതായത് ഗദ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സ്റ്റാൻസ് ഞാൻ വായിച്ച് ചൊല്ലിത്തരുമ്പോൾ അടുത്ത സ്റ്റാൻസ് നിർത്തി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത് ചൊല്ലുവാനായിട്ട് ഇടയാകണം. കുമ്പിടാനുള്ള അവസരം ഉണ്ട്, പ്രത്യേകിച്ച് അതും ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതലെന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം വരിക്കുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറയ്ക്കും സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. പാപികളെ അനുതാപത്തിലേക്ക് നടത്തുന്ന കരുണയുടെ വാതിലും അനുതാപികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന തുറക്കപ്പെട്ട പാതയും നോമ്പുകാരെ സന്തോഷത്തിലേക്ക് വഴി നടത്തുന്ന ഉറപ്പുള്ള പാലവുമാവുന്ന കർത്താവേ, ഉത്സാഹത്തെ നശിപ്പിക്കുന്ന അലസതയെ ഉപേക്ഷിച്ചും പരിവാഹതയെ നഷ്ടപ്പെടുത്തുന്ന അഹങ്കാരത്തെ വെടിഞ്ഞും വിശുദ്ധ ജീവിതത്തെ കെടുത്തുന്ന ദുഷ്ടതയെ ത്യജിച്ചും സദാ നിന്റെ കർത്തൃത്വത്തെ സ്തുതിപ്പാനും നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാനും നിന്റെ കരുണയെ വന്ദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വബുകൂല സുബാൻ ലൗൻമേ കുറിയേലായിസോ. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചല്ലോ, എന്നോട് നീ ഉത്തരം അരുളി ചെയ്ത് എന്റെ വചനങ്ങൾ സൂക്ഷിച്ചു കേട്ട് കൈക്കൊള്ളണമേ. എന്റെ പ്രാർത്ഥന തിരുമുമ്പാകെ പോലെയും എന്റെ കൈകളുടെ കാഴ്ച നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാരത്തിന് ചായുകയും ഞാൻ അന്യായക്രിയകൾക്ക് പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായ്ക്ക് കാവൽക്കാരനെയും എന്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ട മനുഷ്യരോടുകൂടി ഞാൻ ചേരുമാറാകരുത്. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശ്വാസിക്കുകയും ചെയ്യട്ടെ. ദോഷന്മാരുടെ എൻ്റെ തലയെ കൊഴിപ്പിക്കരുത്. എന്തെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെക്കുറിച്ചാകുന്നു. അവരുടെ ന്യായാധിപതിമാ പറയാ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായിക ഒരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ ഞാൻ വിളിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു.
തിരുസന്നിധി സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് ഉണർത്തപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഊടുവഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുട വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്തെ എൻ്റെ ഓഹരിയുമാകുന്നെന്ന് ഞാൻ പറഞ്ഞു. എന്റെ അപേക്ഷ ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്തെന്നാൽ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുന്നവരിൽ എന്നെ വിടുവിക്കണമേ. എന്തെന്നാൽ അവർ എന്നേക്കാൾ ബലമുള്ളവരായി തീർന്നു. ഞാൻ നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാരാഗൃഹത്തിൽ വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാവുന്നു. നിന്റെ നീതിയുള്ള വിധിയെ പ്രമാണിക്കുന്നത് ഞാനാണ് ഇട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ടു നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവ് ഇപ്പോഴും എന്റെ കൈകളിലിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ മറന്നില്ല. ദുഷ്ടന്മാർ എനിക്കായി കണിയിൽ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി എന്നേക്കുമായി അവകാശപ്പെടുത്തി, എന്തെന്നാൽ അതെന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നേക്കും സത്യത്തോട് ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, യേശുവിന് യോഗ്യമാവുന്നു. പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം എന്നേക്കും തന്നെ ആമേൻ. മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ വിനയപ്പെടുകയും നോമ്പ് നോറ്റ് ശത്രുവിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തിരുമനസ്സുണ്ടാകുകയും യുദ്ധം ചെയ്യുന്ന സാത്താനെ യോഗ്യമായ നോമ്പോടും വെടിപ്പുള്ള പ്രാർത്ഥനയോടും കൂടി ജയിപ്പാനായി നിന്റെ സഭയെ പഠിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പിതാവായ ആദാമിന്റെ ഭക്ഷണം പ്രിയം നീ മൂലം പരാജയപ്പെട്ടു എന്ന വെടിപ്പും ശുദ്ധമുള്ള നോമ്പേ സമാധാനത്താൽ വരിക. ഞങ്ങളുടെ രക്ഷിതാവായി ഞങ്ങൾക്കായി നോറ്റ നോമ്പേ സമാധാനത്താൽ വരിക. വരുവിൻ, നമുക്ക് തന്നെ മുത്തൂട്ടി വന്ദിക്കാം. രക്ഷിതാവേ, നിർമ്മല സ്നേഹത്തോടെ നോമ്പിനെ സ്വീകരിപ്പാനും സന്തോഷത്തോടെ അതിനെ എതിരേൽപ്പാനും പുറപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. നിന്റെ തിരുവിഷ്ടപ്രകാരം നോമ്പ് നോൽക്കുവാനും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ദേശത്തിൽ പരിഹരിക്കപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നോമ്പിൽ നിന്ന് വീശുന്ന വാസന എത്രയോ പകരമാകുന്നു. അതിനാൽ സ്വർഗത്തിലേക്ക് കരയേറിയ ഏലിയാവും സാക്ഷിക്കുന്നു. നമ്മുടെ പൂർവിക വാസത്തിലേക്ക് നാം ഉയർത്തപ്പെടുവാൻ നമ്മുടെ രക്ഷകനെ തന്നെ ആയുധമായി നമുക്ക് തന്നിരിക്കുന്നു. കർത്താവേ, നീ വാതിലും സത്യജീവനവുമാകുന്നുവല്ലോ. നിന്നിൽ കൂടി മഹത്വമുള്ള നിന്റെ പിതാവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുവാൻ തക്കോണം നിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറക്കുകയും ഞങ്ങളുടെ നടപ്പിനെ സ്ഥിരപ്പെടുത്തുകയും വഴികളെ ചുവാക്കുകയും ചെയ്യണമേ. മനോഗുണവാനെ, നിന്റെ കൃപയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുകയും എല്ലാ ദോഷതകളും മായ്ക്കുകയും ചെയ്യണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് നിരപ്പും സമാധാനവും നൽകി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നോമ്പും നമസ്കാരവും നിനക്ക് വെടിപ്പുള്ള ധൂപം പോലെയായി സൗരഭ്യങ്ങളുടെ പുക പോലെ നിന്റെ സന്നിധിയിൽ കൈക്കൊള്ളപ്പെടുമാറാകണമേ. ബാർക്കുമോ ശുദ്ധമുള്ള നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവായ ദുഷ്ടൻ നേരെ തോൽക്കാത്തായതുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ഇമ്പകരമാകണമേ. ഞങ്ങളുടെ അപേക്ഷ തിരുമുമ്പാകെ പ്രവേശിക്കുമാറാകണമേ. ആനന്ദ പരിമളം പോലെ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ അത് കൈക്കൊള്ളപ്പെടുമാറാകണമേ. സീനായി മലയിൽ വെച്ച് ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും എഴുതിയ കൽപ്പനകൾ 40 നോമ്പാൽ മോശ ഇറക്കി കൊണ്ടുവന്നു.
അവന്റെ പ്രാർത്ഥന നമ്മോടുകൂടി ഉണ്ടായിരിക്കണമേ. ബാറയ്ക്കുമോ. നമ്മുടെ കർത്താവ് 40 ദിവസം വനത്തിനുള്ളിൽ വെച്ച് ഉപവസിക്കുകയും സാത്താനോട് പോരാടി ആ ദുഷ്ടശത്രുവിനെ മറിച്ചിടുകയും ചെയ്തു. അതിനാൽ ശത്രുവിനെ ജയിപ്പാൻ നമുക്ക് അതിനെ ആയുധമാക്കി നൽകി. തന്റെ നാമത്തിന് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊള്ളണമേ. സഹദേന്മാരുടെ പോരാട്ട സ്ഥലത്ത് അവരോടൊന്നിച്ച് അവരെ ശക്തിപ്പെടുത്തിയ തൻ്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നീതിമാന്മാരുടെയും പുണ്യവാന്മാരുടെയും നോമ്പിനെ കൈക്കൊണ്ടവനായ മിശിഹ, ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പോരാട്ടത്തിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയും അവൻ ലജ്ജിപ്പാനിടയാകുകയും ചെയ്തു. അവൻ കണിവെച്ചപ്പോൾ അവന്റെ കൈ ദുർബലമായി തീർന്നു. വിശുദ്ധനായ കർത്താവ് ദുഷ്ടനെ പോരാട്ടം നടത്തുവാൻ വാതിൽ തുറന്നു കൊടുത്തു. താൻ വിശുദ്ധ ക്ഷണിച്ചവനായ കണ്ടില്ലെങ്കിൽ അവർ യുദ്ധത്തിനായി വരികയില്ലായിരുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ പുത്രനെ അയച്ച പിതാവിന് സ്തുതി. തന്റെ നോമ്പാൽ ദുഷ്ടനെ മറിച്ചിട്ട പുത്രന് വന്ദനം. പോരാട്ടത്തിൽ ആകൽ കുറുസായി വീഴ്ത്തി റൂഹായിക്ക് സ്തോത്രം. തന്റെ കരുണയെല്ലായ്പ്പോഴും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാൽ നിങ്ങളെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ വചനത്താൽ ഞങ്ങൾ മാഞ്ഞു പോകാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഭഗവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമത്തുറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പേജ് നമ്പർ 18. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ ഒന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീന സഹായത്തിൽ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ നാഥനായ കർത്താവേ, നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളിന്മേൽ കരുണ ചെയ്യണമേ. മാലാഖമാരുടെയും നാഥനായ കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുമേൽ കരുണ ചെയ്യണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. വിശ്വാസത്തോടുകൂടി നിന്റെ വാതിൽ ഞങ്ങൾ മുട്ടിയിരിക്കുന്നതിനാൽ
ദൈവോട് ഞങ്ങളോട് ഉത്തരമരുളണമേ. നിന്റെ സത്യത്തെ ഞാൻ കാണുകയും നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്നതിനാൽ എന്നെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചിരിക്കൊണ്ട് വെടിപ്പുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. നിന്റെ നിറവിൽ നിന്റെ നിത്യജീവനെ കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളുടെ ബോധത്തിൽ നീ വസിപ്പിക്കണമേ. ദുഷ്ടനെതിരായി എനിക്ക് സഹായത്തിന് ആത്മീയമായിരിക്കണമേ. നിന്റെ നാമത്തിൽ എന്റെ ജീവനെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഭാഗ്യത്തെ ഞങ്ങൾ സ്നേഹിക്കുകയും നിന്റെ പിന്നാലെ വരികയും ചെയ്തുകൊണ്ട് ഞങ്ങളെ ലജ്ജിപ്പിക്കരുതേ. നിന്റെ പതിവിൻ പ്രകാരം നിന്റെ വലത്തുമായി ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടം മുഴുവൻ നിനക്കുള്ളതായി തീരണമെന്ന് മാത്രമാണ്. കാരുണ്യവാനായ പിതാവും നാഥനുമായി നിന്നെ ഞാൻ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നിൽ നിന്ന് കരുണയും ദൈവം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളെ ലജ്ജിപ്പിക്കരുതേ. വ്യാപാരിയെ പോലെ ഞങ്ങളുടെ ഹൃദയം നിന്റെ നിക്ഷേപത്തെ വഹിക്കുമാറാകണമേ. സത്യത്തിന്റെ പുസ്തകം ഞങ്ങൾ വായിച്ച് പഠിക്കേണ്ടതിനായി ഞങ്ങൾക്കിടയാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ദാസനും ദാസിപുത്രനുമാകിയാൽ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നതിനാൽ നീ മൂലം ഞങ്ങൾ ജീവിക്കുമാറാകണമേ. നിന്റെ സ്ലീബ ഉപദ്രവങ്ങൾ ഞങ്ങളെ കാക്കുന്ന കോട്ടയായിരിക്കണമേ. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ആവസിപ്പിക്കണമേ. ഉത്തമയുള്ളവേ, നിന്റെ ആട്ടിൻകൂട്ടത്തിൽ ഞങ്ങളെ കുഞ്ഞാടാക്കണമേ. ലോകങ്ങളുടെ പിതാവും ജീവന്റെ അധിപതിയുമായുള്ളവേ, നിന്റെ നാമത്തിന് സ്തുതി. എൻ്റെ അപേക്ഷ നിന്റെ ശ്രേഷ്ഠതയുടെ മുമ്പാകെ കാഴ്ച പോലെ പ്രവേശിക്കുമാറാകണമേ. സകലവും കേൾക്കുന്നവനും പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനുമായുള്ളവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളുമേ കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ചെയ്യണമേ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം വെറുതെയായി ചെരുളണമേ. നിന്നറിയുന്നലും അനുഗ്രഹവും നിദ്ര വെടിഞ്ഞിട്ടുണർവോട് ഞാൻ നിൻ മുന്നിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങുമതിൽ പാപം തീണ്ടുകയും ചെയ്യരുതേ. ഞാൻ അക്രമമുണർവിൽ ചെയ്യൽ ഞാൻ പോക്കണമേ. നാഥ, കൃപയാൽ നിദ്രയിൽ ഞാൻ പിഴ ചെയ്തിടൽ നിൻ കൃപ മോചനമരുളണമേ. എളിമയെഴും നിൻ കുരിശിനെയോർത്തേകണമടിയനു സുഖനിദ്ര മായ രൂപ കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്ക. സ്വച്ഛന്തമുറങ്ങുന്നേരം ദുശ്ചിന്തകൾ ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കായി വാനീരാവിൽ കാക്കണമെന്നേ. ദേഹമശേഷം കാപ്പാനേകുക വെളിവിൽ ദൂതനെ നീ നിന്മൈ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ. ഞാൻ ആശ്വാസത്തുണുറങ്ങുമെനിക്കാവൂ നിൻ രക്തം കാവൽ. നിൻ സദൃശ്യമതാം ശ്രേഷ്ഠേ കേകണമേ നിൻ സ്വാതന്ത്ര്യം. നിൻ കൈവേലേതാമേൽ നിന്റെ വലം കൈമേവണമേ. പരിചയ്ക്കൊപ്പം കാക്കുക നിൻ കരുണാ കോട്ട വളഞ്ഞെന്നെ. മെയ്തുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ. നിന്നുടെ ശക്തി ഏൽക്കണമേ. നൽധൂപം പോൽ എൻ്റെ ഉറക്കം തിരുമുൻപിൽ. നിൻ മാതൃപ്രാർത്ഥനയാലൻ ശയ്യയ്ക്കണയരുതേ ദുഷ്ടൻ. എന്നെ ഹിംസിക്കായ്വാൻ നിൻ ബലിസാത്താനെ വിലക്കണമേ. നിൻ വാക്കൻ നിവർത്തിക്കാൻ നിൻ കുരിശന്നുയർ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപാൽ നിന്നെ ഉണർവിൻ സ്തുതി ചെയ്യുവാൻ. നിന്നിഷ്ടം കേട്ടതിനെ ഞാൻ അനുവർത്തിപ്പാൻ കർത്താവേ, നീതി എഴുന്നൊരു രാവും എനിക്കേകണമേ നൽ സന്ധ്യതും. വെളിവാമക്ഷ്യ രക്ഷകനീ വെളിവിൽ തന്നെ നിൻ വാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. വെളിവിൽ വസിക്കുന്നുലകത്തിൽ രക്ഷകനാം ഈശോ സ്തോത്രം. ഇഹപരലോകങ്ങളിൽ നിന്റെ കൃപ ഞങ്ങളിൽ ഉണ്ടാകണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ. സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. സ്തോത്രം മാലാഖകൾ ശുശ്രൂഷിച്ചിറർ വന്നിപ്പവനെ.
പ്രാർത്ഥന കേൾക്കീറയുടെയും മാലാഖകളുടെയും നാഥ. തൃത്വമായി സ്ഥിതി ചെയ്യും മൃദുസുത പരിശുദ്ധാത്മകനാം സത്യേകപരനായി സ്തോത്രം. ബലഹീന ജന പ്രാർത്ഥനയെ കേൾപ്പവനും കാഴ്ചകൾ പോലെ അനുതാപം പൂണ്ടോർ കണ്ണിൽ കൈക്കൊള്ളുന്നവനും സ്തോത്രം. ഈറെ ശുശ്രൂഷിപ്പവനെ മാലാഖകൾ വാഴ്ത്തുന്നവനെ വൃക്ഷതലത്തിൻ സംഖ്യയിൽ മൺമയർ നിന്നെ സ്തുതി ചെയ്യുന്നു. പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം ചെയ്തിടണം നാം സത്യ ജ്ഞാന വിവേകത്തോടുകൂടി. മൃതികര വിഷമാം പൊൻവള്ളി ധനമയോ നേടരുതേ നീ തേടുവ സ്വരമുപദേശം നിന്നെ നാഥൻ സ്നേഹിപ്പാൻ. 40 നോമ്പ് നോക്കുക നീ തീറ്റുക ദീനില്ലാത്തവരെ ഈശോയിസുതനൊപ്പം നീ പ്രാർത്ഥിക്കുക ദിനമേഴൂഴും. 40 നാളിന് ഉപവാസം മൂഷ കഴിച്ചേലിയായും നാഥൻ ശത്രുവിനെ വന്നു 40 നാൾ ഉപവാസത്താൽ. ചൂളകളിൽ നിന്നുകരേറിയ പ്രാർത്ഥനകൾ അടിയാരുടെ പ്രാർത്ഥനകൾക്കും കൃപയാൽ വാതിൽ തുറക്കണമേ. പ്രാർത്ഥന കേട്ടിടുന്നവനെ യാചന നൽകിയിടുന്നവനെ പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. അറിയിക്കുന്നതിനും ദൈവത്തിന് മാത്തപ്പെടുന്നവനുമേ. പാറിക്കുമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം എൻ്റെ ശരണവും എൻ്റെ സങ്കേതസ്ഥലവും എന്ന കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്തെന്നാൽ അവൻ വിരതത്തിന്റെ ഗണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്ന് തന്നെ വീണ്ടുകൊള്ളും. അവൻ അവൻ്റെ തോല കൊണ്ട് നിന്നെ രക്ഷിക്കും. അവൻ്റെ ചെറുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവൻ്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൊകുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000 നിന്റെ വലത്തു ഭാഗത്ത് 10,000 വീഴും. നിങ്ങളിലേക്ക് അടിക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ സ്വന്തം വാസസ്ഥലം ഉയരങ്ങളാക്കിയിരിക്കുന്ന എൻ്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടടുക്കുകയില്ല. ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് അവൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് അർത്ഥങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. സർപ്പത്തെയും മണലിനെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമാവിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എൻ്റെ നാമം അറിഞ്ഞുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോടുകൂടി ഇരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷകനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തും. എൻ്റെ സഹായക്കാരൻ ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകൾ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാർ ഉറക്കുന്നുകയില്ല. എന്തെന്നാൽ ഇസ്രായേലിലെ കാവൽക്കാരൻ ഉറക്കുന്നുമില്ല ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലതു കൈകൊണ്ട് നിനക്ക് നേരിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. നിന്റെ ഗമനത്തെ നിന്റെ ആഗമനത്തെ ഇതുമുതൽ നീക്കും കാത്തുകൊള്ളും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. മഹോന്നത മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയുടെ ചെറുകീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണവേ. മൗത്തുമുള്ള രാജാവായി ഞങ്ങളെ രക്ഷകനായ മിശിഹ, നിരപ്പൂർന്നിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണവേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാദുഷിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണവേ.
നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു. കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു. കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാവുന്നു. വിശുദ്ധിയും മഹത്വമുള്ളതമേ ഞങ്ങളോട് കരുണ ചെയ്യുണ്ടാകണമേ. വിശുദ്ധിയും മഹത്വമുള്ളതമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിയും മഹത്വമുള്ളവനുമാവുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പനകൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്തിലും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന നാം ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാതെയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം പിതാവിനും യജനും പ്രകാശം എന്നുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്തുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്രോതത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരകയറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലേയന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുള്ള കൃപയിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശ്വാസത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കമോർ സോമൻകാലസ് കുറിയേലായി നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യായോ ഹാലേലുയ്യ നിൻ ജനമോർക്കായിക പൃഥുഗ്രഹവും പാർക്കുമോ ശുഭുലാംബോലെബ്രോവൽ റൂഹോ കാദീശോ മിനോലം വാദാമിനോലം വൽമീനാമി പത്തുർപുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണേക്കണം സൗമൻ കാലുസ്കുറിയേലായി മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട ശുഭുലാംബോലെബ്രോവൽ റൂഹോ കാദീശോ ദൈവ പ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മൊറിയോറാകെ മേലൈനുവാദാരേ
ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാം. വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ. മനോലം വാദാമിനോലം ബൽമീനാമീൻ. ഉണ്ടേ മേലും നീന്നോർമ്മ ഉദഗണമേ. നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനിച്ചോർക്ക. സൗമൻ കാലസ് കുറിയേലായിസോൻ. ചൊരിയുന്ന നീതിയാകും വാണിജവീര ശ്രീകൃതനെ ശ്ലോമോ. രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ. നിൻ പ്രാർത്ഥനയാൽ കൃപ നേടട്ടെ ഞങ്ങൾ പാറയ്ക്കുമോ. സത്യോദ്യോഗസ്ഥ നീതി തികച്ചിക വാഗ്ദത്തം ചെയ്തൊരു നിത്യ ജീവിതമാർജീപ്പാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മാർഗ്രിഗോറിയോസ് തൻ സ്മൃതിയിൽ സ്തുതിമാശിക പരിശുദ്ധന്മാരെ നിങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വെള്ളിയാഴ്ച മർത്തമറിയ സമയത്തിൻ്റെ ധ്യാനം ഉണ്ടാകും. അടുത്ത ഞായറാഴ്ചയും ഇതേപോലെ തന്നെ കൂടി വരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. കടന്നു വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ലഘുഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറ്റവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കുമാറാകണമേ. ഷീമാബോ ബ്രൂഹോ കാദീശോ ഓശോ വബുകൂല സുബാൻലോൻമീൻ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാഥ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും രോഗത്താലും ബുദ്ധിമുട്ടിലും ഭാരപ്പെട്ട ഭവനങ്ങളിലും ആശുപത്രിയിലും ചികിത്സയിലായിരിക്കുന്നവരുടെ സൗഖ്യത്തിന്മേലും അനാഥരുടെ മേലും വിധവമാരുടെ മേലും വിവിധ മാനസികമായ ക്ലേശങ്ങളാലും ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൂരെയായിരിക്കുന്നവരുടെ സംരക്ഷണത്തിന്മേലും ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ സകല പരേതരുടെ ആത്മാവിന്മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.